1 മക്കബായർ 2-ാം അധ്യായം 61 മുതൽ 64 വരെയുള്ള തിരുവചനങ്ങൾ. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്നവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു, അവന്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് വിശുദ്ധ ജാനുവാരിയൂസ് മെത്രാന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്നു. ജാനുവാരിയൂസ് പ്രസിദ്ധനായ ഒരത്ഭുത പ്രവർത്തകനായിരുന്നു. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയായതിനാൽ അദ്ദേഹത്തിന്റെ ജീവചരിത്ര വിവരങ്ങൾ വളരെ കുറച്ചു മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം നേപ്പിൾസിൽ ജനിച്ചു. ബെനേവെന്തോയിലെ മെത്രാനായിരുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനം കൊടുമ്പിരി കൊള്ളുന്ന കാലമായിരുന്നു അത്. അക്കാലത്ത് ഏതാനും ഡീക്കന്മാരെയും അൽമായരെയും അറസ്റ്റ് ചെയ്തു, വധശിക്ഷ വിധിച്ചു. ഇതറിഞ്ഞ ബിഷപ്പ് ജാനുവാരിയൂസ് അവരെ കാണുന്നതിനായി കാരാഗ്രഹത്തിലെത്തി. അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നവരെ കാണുന്നതിനായി ഒരു ക്രിസ്തീയ തലവൻ എത്തിയിരിക്കുന്നുവെന്ന് കാവൽക്കാരൻ അറിയിച്ചു. ആ വിവരം കണക്കിലെടുത്ത് ജാനുവാരിയൂസ് മെത്രാനെ അറസ്റ്റ് ചെയ്യുവാൻ ചക്രവർത്തി ഉത്തരവിട്ടു. മെത്രാനെ അറസ്റ്റ് ചെയ്യുവാനെത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം എത്തിയ 2 ഡീക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. ഈ 3 പേരെയും വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുവാൻ കൽപ്പിച്ചു. വന്യമൃഗങ്ങൾ അവരെ തൊട്ടതുപോലുമില്ല. ഇത് കണ്ടുനിന്ന ജനക്കൂട്ടം ക്രിസ്തുവിൽ വിശ്വസിക്കുമെന്ന് കണ്ട ചക്രവർത്തി ഈ 3 ശിരസ് ഛേദിക്കുവാൻ കൽപ്പനയിട്ടു. അങ്ങനെ 3 വധിച്ചു. നേപ്പിൾസ് ദേവാലയത്തിലെ ഭണ്ഡാകാരമെന്ന് വിളിക്കുന്ന കപ്പേളയിൽ 2 സ്ഫടിക പേടകങ്ങളിൽ ഒന്നിൽ ജാനുവാരിയൂസിന്റെ രക്തവും മറ്റൊന്നിൽ ശിരസും സൂക്ഷിച്ചിട്ടുണ്ട്. രക്തം കട്ടപിടിച്ചിരിക്കുകയാണ്. ശിരസും രക്തവും അടുത്തുവച്ചാൽ രക്തമൊരുകും. സാധാരണയായി വിശുദ്ധന്റെ തിരുനാൾ ദിവസം ഇത് പുറത്തെടുക്കുമ്പോൾ രക്തമൊരുകാറുണ്ട്. ഇപ്പോഴും ഈ വിശുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ യാതൊരു കേടും കൂടാതെ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ദൈവം പല സന്ദർഭങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അത്ഭുതങ്ങൾ കണ്ടു മനസ്സിലാക്കി നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
പകർന്നു